അയ്യോ എലീന, അവർ രണ്ടുപേരും പോയി. അവരെന്തോ മനസ്സിൽ കണ്ടിട്ടാ പോയിരിക്കുന്നേ. അവരെന്തോ മനസ്സിൽ കണ്ടതെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അവരമ്മേനെ വിളിക്കാൻ പോയതായിരിക്കും. കാരണം അവർക്ക് ഊഞ്ഞാല് കെട്ടിക്കൊടുത്തത് അവരുടെ അമ്മയല്ലേ. അപ്പൊ അവരുടെ ഊഞ്ഞാല് നമ്മൾ കൈക്കലാക്കിയ വിവരം അമ്മയോട് പറയാനായിരിക്കും അവൾ പോയിട്ടുണ്ടാവുക. ആ, അത് ശരിയാ. അത് തന്നെയാ അവരുടെ ലക്ഷ്യം. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? അതിന് ഒരു മുറ മുമ്പ് എറിയാം. ഒരു മുറ മുമ്പ് എറിയാനോ? അത് വെച്ചാൽ എന്താ? എടി പൊട്ടിക്കാളി, നിനക്കൊന്നും അറിയാഞ്ഞിട്ടാ. എന്റെ കയ്യിൽ ഒരു ട്രിക്ക് ഉണ്ട്. എന്ത് ട്രിക്ക് എന്റെ കയ്യിലുള്ളത്? നീ പറ. അവർ രണ്ടുപേരും അവരുടെ അമ്മേനെ വിളിച്ചു കൊണ്ടുവരാനല്ലേ പോയിരിക്കുന്നേ. അപ്പൊ അവരുടെ അമ്മ വന്നാൽ സ്വാഭാവികമായിട്ട് നമ്മൾ രണ്ടുപേരും ചീത്ത പറയും. അപ്പൊ നമ്മൾ അവർക്ക് ഊഞ്ഞാല് തിരിച്ചു കൊടുക്കേണ്ടി വരും. അയ്യോ, അപ്പൊ ഊഞ്ഞാല് തിരിച്ചു കൊടുത്താൽ നമ്മളെ പ്ലാൻ എങ്ങനെ വർക്കൗട്ട് ആവും? അതിനാര് ഊഞ്ഞാല് തിരിച്ചു കൊടുക്കാൻ പോകുന്നു? ഞാനേ അവർക്ക് ആ ഊഞ്ഞാൽ ആ രൂപത്തിൽ തിരിച്ചു കൊടുക്കാൻ പോകുന്നില്ല. പിന്നെ എന്താ നീ ചെയ്യാൻ പോകുന്നേ? അതൊക്കെ ഉണ്ട്, നീ കണ്ടോ ഞാൻ ചെയ്യുന്നത് എന്താന്ന്. അയ്യോ, ഈ ഊഞ്ഞാല് നീ മുറിച്ചിട്ടോ? അതെ, ഞാൻ മുറിച്ചിട്ടു. ഇനി അവര് വരുമ്പോ ഈ ഊഞ്ഞാലാടുന്ന എനിക്കൊന്ന് കാണണം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? അയ്യോ, ഞാൻ മനസ്സിൽ പോലും കണ്ടിട്ടില്ല നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. നിന്റെ ബുദ്ധി അപാരം തന്നെ. പിന്നെ നീ എന്താ വിചാരിച്ചേ, ഞാൻ വെറും പൊട്ടത്തിയാണെന്നോ? ഏയ്, ഞാനൊന്നും അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമില്ല. എന്നാലും ഇടയ്ക്കൊരു പൊട്ടത്തരം നിന്റെ കയ്യിലുണ്ട്. എന്ത് പൊട്ടത്തരം? അല്ല, പൊട്ടത്തരം പോലെ അഭിനയിച്ചതാണെന്ന് പറഞ്ഞതാ. അങ്ങനെ പറ. അതവിടെ വെക്കട്ടെ. അവര് വരുന്നുണ്ട്. നീ ഇവിടെ ഒന്നും അറിയാത്ത പാട്ടിൽ നിന്നാ മതി. ഓക്കേ? അയ്യോ ചേച്ചി, നമ്മുടെ ഊഞ്ഞാല് ഇതാ ഇവള് പൊട്ടിച്ചിരിക്കുന്നു. അയ്യോ എന്റെ ദൈവമേ, ഞാൻ ഇതെന്താ ഈ കാണുന്നേ? അയ്യോ, ഞങ്ങൾ ഊഞ്ഞാൽ എങ്ങനെ ഈ അവസ്ഥയിലായി? എടി അലീന, നീയല്ലേ ഞങ്ങൾ ഊഞ്ഞാലെ പൊട്ടിച്ചേ? സത്യം പറയടി. ഞാനോ? ഞാനിങ്ങനെ നിങ്ങൾ ഊഞ്ഞാലെ പൊട്ടിക്കും? അല്ലെങ്കിൽ തന്നെ എനിക്കതിന്റെ ആവശ്യം എന്താ? അമ്മേ, ഇവൾ നുണ പറയാ. ഇവൾ തന്നെ ഞങ്ങൾ ഊഞ്ഞാലെ പൊട്ടിച്ചേ. ഞങ്ങളെ ഇതും ആടാനയക്കാതെ അവൾ പിടിച്ചു വെച്ചിരിക്കുന്നു ഈ ഊഞ്ഞാല്. അതെ അമ്മേ, ഇവൾ ഒറ്റയെടുത്ത് ഞങ്ങൾ ഊഞ്ഞാലെ കേടുവരാൻ കാരണം. ഐശ്വരാ, നിങ്ങൾ ഊഞ്ഞാലെ കേടുവന്നീ എന്നെ എന്തിനു പറയണം? ഞാനെന്ത് ചെയ്തിട്ടാ? അല്ല മോളെ എലീന, നീയാണോ ഇവളുടെ ഊഞ്ഞാല കേടുവരുത്തിയത്? അയ്യോ അല്ല ആന്റി, ഞാനല്ല. ഞാനിതേ ഇതുവഴി പോയപ്പോ ഇതിവിടെ പൊട്ടിക്കിടക്കായിരുന്നു. പച്ചക്കള്ള അവൾ പറയുന്നേ. ഞങ്ങൾ രണ്ടുപേരും ഊഞ്ഞാലും ആടാൻ നിൽക്കുമ്പോ ഇതാ ഇവർ രണ്ടുപേരും വന്ന് ഞങ്ങളെ ഊഞ്ഞാലാടാൻ സമ്മതിച്ചില്ല. അമ്മേ, ഈ എലീനല്ലേ ഇവൾ ഊഞ്ഞാലമ്മ കയറി ഇരുന്നിട്ട് ഇവൾ തന്നെ ആടുന്ന് പറഞ്ഞ് വാശി പിടിച്ചു. ഞങ്ങൾ അമ്മ കെട്ടിത്തന്നെ ഊഞ്ഞാലാന്ന് പറഞ്ഞപ്പോ ഇവൾ പറഞ്ഞു ഇത് എന്റെ ഊഞ്ഞാലാണ്, നിങ്ങൾക്ക് തരില്ലാന്ന്. ഓഹോ, അങ്ങനെയൊക്കെയാണോ സംഭവങ്ങൾ? അല്ലാണ്ടി, ഇവൾമാര് നോണ പറയുക. അങ്ങനെ ഇന്നല്ല സംഭവിച്ചത്. ഞങ്ങൾ രണ്ടുപേരും ഇതിനോട് സംസാരിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോ ഊഞ്ഞാൽ പൊട്ടിക്കിടക്കുന്നത് കണ്ടു. അങ്ങനെയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അമ്മേ, ഇവള് വാ തുറന്നാ നുണയെ പറയുള്ളൂ. ഇവളെ വിശ്വസിക്കരുത്. ഇവള് തന്നെ ഈ ഊഞ്ഞാൽ പൊട്ടിച്ചത്. ഷോ, ഞാൻ എങ്ങനെ കഷ്ടപ്പെട്ട് കെട്ടിയ ഊഞ്ഞാല ഇതിപ്പോ ആടാൻ കൂടി അവർക്ക് കഴിഞ്ഞില്ലല്ലോ. എന്താ അതിന്റെ ഇടയിൽ സംഭവിച്ചത്? ആന്റി, ഞങ്ങളെ വെറുതെ കുറ്റപ്പെടുത്തിയാ ഞങ്ങൾ എന്റെ മമ്മിയെ വിളിച്ചു കൊണ്ടുവരേ. നിന്റെ മമ്മിയെ നീ വിളിച്ചു കൊണ്ടുവാടി. നീ ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് ഇപ്പൊ കുറ്റം മുഴുവൻ ഞങ്ങൾക്കോ? അമ്മേ, ഇനി എന്ത് ചെയ്യും അമ്മേ? ഞാൻ ആശിച്ച് എനിക്ക് കിട്ടിയ ഊഞ്ഞാല അത് ഇവള് പൊട്ടിച്ചു. നിങ്ങൾ ഊഞ്ഞാല ഞങ്ങളെന്നല്ല പൊട്ടിച്ചത്. ഈ ഞങ്ങൾ ഇവിടെ നിന്നാ ശരിയാക്കില്ല. ഞങ്ങൾ പോവാണ്. ഞങ്ങൾ ഇനി ഇവിടെ കൂടുതൽ നിന്നാലേ ഇനി എല്ലാ കുറ്റം കൂടി ഞങ്ങളുടെ തലയിലേക്ക് മാറും. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല. വാ മോളി, നമുക്ക് പോകാം. നിങ്ങൾ പോകാൻ പറ്റേ. നിങ്ങൾ അങ്ങനെ പോയാൽ ശരിയാവില്ല. നിങ്ങൾ ഇതിനൊരു പരിഹാരം കണ്ടിട്ട് പോയാൽ മതി. പരിഹാരോ? നിന്റെ ഊഞ്ഞാല പൊട്ടി ഞങ്ങൾ എന്ത് പരിഹാരം കാണണ? ഈ ഊഞ്ഞാൽ പഴയ സ്ഥിതിയിലാക്കി തന്നിട്ട് പോയാൽ മതിയെന്ന്. എന്ത്? അതെന്തിനാ ഞങ്ങൾ പഴയ സ്ഥിതിയിലാക്കുന്നേ? ഞങ്ങളല്ല ഇത് പൊട്ടിച്ചതെന്ന് പറഞ്ഞില്ലേ? എടി, നീ എന്തിനാ ഈ വാ തുറന്ന ഇങ്ങനെ നുണ മാത്രം പറയുന്നേ? നിനക്ക് ഞങ്ങളോടുള്ള ദേഷ്യം ഈ ഊഞ്ഞാൽമ തീർത്തതല്ലേ നീ? അയ്യേ, ഇവൾമാരെന്ത് ഈ കള്ളത്തരം മാത്രം പറയുന്നേ? കള്ളത്തരം പറയും ഞങ്ങളല്ല, നിങ്ങളാ. ഷോ, ഇനി ഇവിടെ ഒന്നും ശരിയാവില്ല. മോളി, നമുക്ക് വേഗം പോകാം. നീ എവിടെ പോയി വിളിച്ചാലും നിന്നെ ഒരു ദിവസം ഞാൻ പൊക്കും. നീ കണ്ടോടി. നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്. ഓ ആയിക്കോട്ടെ. എന്താടി നോക്കി നിൽക്കുന്നേ? വാ, നമുക്ക് പോകാം. അയ്യോ, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ആറ്റി നോറ്റി കെട്ടിക്കൊടുത്ത ഈ ഊഞ്ഞാല ഈ സ്ഥിതിയിലായല്ലോ. നിങ്ങൾ വിഷമിക്കേണ്ട മക്കളെ. നിങ്ങൾക്ക് അച്ഛൻ വരട്ടെ. അച്ഛൻ വന്നിട്ട് നമുക്ക് ഇതിലേറെ നല്ല ഊഞ്ഞാല കെട്ടിത്തരാം. എന്നാലും അമ്മേ, ആ ഊഞ്ഞാല കണ്ട് കൊതി തീർന്നില്ല. അപ്പോഴേക്ക് ആ ദുഷ്ട വന്ന് നശിപ്പിച്ചില്ല എല്ലാം. അവൾക്ക് ഞങ്ങൾ സന്തോഷിക്കുന്നത് കാണാൻ ഒട്ടും ഇഷ്ടമല്ല അമ്മേ. അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്. അതെ അമ്മേ, അവൾ ഇവിടുന്ന് വിടേണ്ടിയില്ല. അവൾക്ക് നല്ല പണിഷ്മെന്റ് കൊടുത്തിട്ട് വിട്ടാൽ മതിയായിരുന്നു. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. അവൾ ചെയ്യേണ്ടത് ചെയ്തില്ലേ? അവൾക്കില്ല, ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. ഇതിനുള്ള മറുപടി അവൾക്ക് കൊടുത്തിട്ടേ ഞാൻ അടങ്ങുള്ളൂ. മിനിമോളെ, നീ വിഷമിക്കണ്ട. നമുക്ക് ഇതിനുള്ള മറുപടി അവൾക്ക് നല്ലോണം കൊടുക്കാം. ചേച്ചി, എന്നാലും നമ്മുടെ ഊഞ്ഞാല്